നമസ്കാരം, പൊളിടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം കേട്ടോ. നമസ്കാരം. ഇത് പിന്നെ അതിൻ്റെ ഒരു ഉഷാറില്ലാത്ത എല്ലാം ഉഷാർ തന്നെ ഉണ്ടല്ലേ. കോൺഗ്രസിൻ്റെ ലിസ്റ്റൊക്കെ കണ്ട? കോൺഗ്രസിന്റെ ലിസ്റ്റ് ഇല്ലല്ലോ, ഒരേ ലിസ്റ്റാണല്ലോ. ഒരേ ലിസ്റ്റ് പ്രത്യേകിച്ച് തുടരുന്നു. ലിസ്റ്റ് തുടരും. എല്ലാ എം പിമാരും, അതായത് സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പെട്ടുപോയ ഒരാളുണ്ട്. യഥാർത്ഥത്തിൽ സിറ്റിംഗ് എം പി ആണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇത്തവണ ഇവിടെ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ച, പക്ഷേ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ മത്സരിക്കേണ്ട ഒരു അവസ്ഥ. അതല്ല, അദ്ദേഹം എവിടെ പോയി മത്സരിക്കാനാ? അല്ല, അയാൾ കർണാടകത്തിൽ മത്സരിക്കാനോ ഇല്ല തെലങ്കാനയിൽ മത്സരിക്കാമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം റായ്ബറേലിയിൽ ഇപ്പം ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ലല്ലോ, ഇപ്പം രാജ്യസഭാംഗമായി പോയി. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ട്. അത് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ വേണമെങ്കിൽ മത്സരിക്കാം. പിന്നെ മാത്രമല്ല, ഇത്തവണ അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സ്മൃതി ഇറാനി അത് പലതവണയായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുത്താലോ? അതെ, ഈ കെ കരുണാകരൻ ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ കരുണാകരൻ്റെ അടുത്ത് ഒരു സ്ഥാനാർത്ഥി തോറ്റിട്ട് വന്നു. അപ്പോൾ വളരെ സങ്കടത്തോടുകൂടി ഞാൻ തോറ്റുപോയി എന്നൊക്കെ വന്ന് കരുണാകരനോട് പറയുമ്പം കരുണാകരൻ പറയുന്നൊരു മറുപടിയുണ്ട്. കരുണാകരൻ പറഞ്ഞ്, നീ വിഷമിക്കണ്ട, നിന്നെ അറിയാവുന്നവരെല്ലാം എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, എതിർ സ്ഥാനാർത്ഥി അറിയാവുന്നവർ നിനക്ക് വോട്ട് ചെയ്തു, അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം പോട്ടെ, അടുത്ത അല്ല അതേ കരുണാകരൻ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കാണുമ്പോഴേ ഇതെനിക്ക് ഈ അറിയാവുന്ന നമ്മൾ പറയില്ലേ, അവിടെ ഭയങ്കര ജഗജില്ല ആ മണ്ഡലത്തിൽ എന്നൊക്കെ പറയുമല്ലോ കോൺഗ്രസ്. ഈ അവിടെ അറിയാവുന്നവര് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ CPM അനുകൂലമാണ്. അല്ല, അങ്ങനെയാണല്ലോ കരുണാകരനും തൃശ്ശൂർ തോക്കുന്നത്. അവസാനം കരുണാകരന്റെ മകനും കോഴിക്കോട് തോക്കുന്നു, ഇവിടെ തോക്കുന്നു, പിന്നിൽ നിന്നും കുത്തി മുന്നിൽ നിന്നും കുത്തി. കരുണാകരന്റെ വേറൊരിതുണ്ട്. അപ്പൊ ആ സമയത്ത് ആരോ എന്ന് ചോദിച്ച് ആരൊക്കെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അപ്പൊ കരുണാകരൻ പറയണത്, പിന്നെ ഒരാളുടെ പേര് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് വിഷമാവുന്നു. അതാണല്ലോ കോൺഗ്രസിന്റെ ഒരു പൊതു തത്വം. അതാണല്ലോ പുള്ളി ഇത് പതിറ്റാണ്ടുകൾ ഇത് കൊണ്ട് നടന്നാണല്ലേ, പുള്ളിക്കറിയാലോ കൃത്യം. പുള്ളിയാണല്ലോ ഈ അഭ്യാസം മൊത്തം ആളുകളെ പഠിപ്പിച്ചത്. അല്ല രാഷ്ട്രീയ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണുമ്പോഴുള്ള പ്രശ്നം അതാണ്, മനസ്സിലായ? ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്, മുൻഗാമികളെല്ലാം. അപ്പൊ അതിൽ ഒരു ആലോചനയില്ല. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തോ ഒരു ബഹളമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഈ സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് DCCകളിലെങ്കിലും ചില പുതുമുഖങ്ങൾ കടന്നുകൂടിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഈ പറയും പോലെ മാനേജർമാർ, ഗ്രൂപ്പ് മാനേജർമാര് ഇവരിങ്ങനെ ആലോചിച്ച് അവരവരെ തന്നെ ആക്കി പോവാണല്ലോ. അപ്പൊ മാത്രമാണ് അല്ലാത്തൊരു തീരുമാനമെങ്കിലും ഉണ്ടായത്. ഇപ്പൊ ബിന്ദുകൃഷ്ണ കൊല്ലത്താകുന്നതും ലിജു ആലപ്പുഴ, ഇങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ ലിസ്റ്റ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളെല്ലാം മത്സരിക്കാമെന്ന് ഇവരെല്ലാരും കൂടെ തന്നെ ഇരുന്ന് തീരുമാനിക്കുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണല്ലോ. പക്ഷെ ഇതില് നമ്മൾ കണ്ടത്, ഇപ്പൊ വടകരയിൽ മത്സരിക്കാൻ ഞാനില്ല എന്ന് നേരത്തെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഞാൻ ഇനി മത്സരരംഗത്തില്ല എന്നുള്ളത് TN പ്രതാപനും പറഞ്ഞിട്ടിണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ ഞാൻ ഇനി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അല്ലല്ല, ഇനി ഞാൻ ഇനി പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ? ഇവരെല്ലാം എന്തിനാണ് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചിട്ടാണോ? അല്ല, ഇവർക്ക് അടുത്ത തവണ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരണം. നിയമസഭയിൽ മത്സരിച്ച് വന്നാൽ ഇവർക്കൊക്കെ ക്ലെയിം ഉണ്ട്, എന്ത് മന്ത്രിയാവാമെന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും കോൺഗ്രസ് വരും എന്നാണ് ഇവർ കരുതുന്നത് എന്ന് കരുതുന്നുണ്ട് ഇവർ. അടുത്ത പ്രാവശ്യം എന്തായാലും ഇവർ അധികാരത്തിൽ വരും, കോൺഗ്രസ് അധികാരം. അപ്പോൾ ഈ സമയത്ത് MP ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടില്ല, അവിടെ ഇനി ഒന്നും കിട്ടാനില്ല എന്നറിയാലോ. അവിടെ ഒന്നും കിട്ടാനില്ല, അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നറിയുന്നതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരണം എന്ന് ഇവർ ആഗ്രഹിച്ചത്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറയണത്, അങ്ങനെ ഈ ആലോചിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഞാനിവിടെ നാളെ മന്ത്രിയാവും, ഇവിടെ കോൺഗ്രസ് ഭരണത്തിൽ വരും എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. അങ്ങനെയുള്ളവരെയൊക്കെ പിന്നെ എന്തിനാണ് അയ്യോ അച്ഛ പോലെ എന്ന് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ആളില്ലാഞ്ഞിട്ടല്ലോ. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം നേരത്തെ നമ്മൾ CPM-നെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ പാർട്ടിയിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് CPM-നാണ് കൂടുതൽ ഇപ്പം യുവ നേതാക്കന്മാർ. ഈ കഴിഞ്ഞ 2 ടേമായിട്ട് സമരങ്ങളിലൂടെ ഇടിയൊക്കെ മേടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞാൻ കരുതിയിരുന്നത് രാഹുൽ മാങ്കൂട്ട
കൂട്ടത്തിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ഞാൻ പറഞ്ഞത് രാഹുൽ മാത്രമല്ലല്ലോ, ലിജു ഉണ്ട്, എം ലിജു ഉണ്ട്, പിന്നെ ഇവിടെ ബാലറാം ഉണ്ട്, എത്ര പേരുണ്ട്. ഒരുപാട് ആൾക്കാർ. അവരെ ഒന്നും ആലോചിക്കാതെ വളരെ സിമ്പിളായിട്ട് ഈ ആളുകളെല്ലാം മത്സരിക്കട്ടെ എന്നൊക്കെ ആലോചിക്കുന്നത്, ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന ആണല്ലോ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം കെ മുരളീധരൻ, അടൂർ പ്രകാശ്, ഈ പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് ഇത്യാദി ആളുകളൊക്കെ, ടി എൻ പ്രതാപൻ ഇത്യാദി ആളുകളൊക്കെ ഡൽഹിയിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത്, ബാക്കിയുള്ള ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് കുറച്ചും കൂടി സേഫായിട്ട് മത്സരിച്ച് നിയമസഭയിലേക്ക് വരാൻ പറ്റുമെന്നുള്ള ബോധമാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ സ്ഥാനങ്ങൾ രാജിവെച്ച് ഈ ഇപ്പൊ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ അതെ രാജിവെച്ച് വന്നില്ലേ? ഇവിടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു ആഗ്രഹം? കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം വരുമെന്നും അവിടെ മന്ത്രിയാകുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ. അപ്പൊ ഇതല്ലാതെ ഇവർക്ക് വേറൊരു ആലോചന ഇല്ലാത്ത അങ്ങനെയുള്ള ആളുകൾ എന്തിനാ വേറെ ആളുകളൊന്നും പരീക്ഷിക്കണ്ടേ? ഈ 16 സീറ്റ് കയ്യിലുണ്ട്. ഈ 16 സീറ്റിലേക്ക് ഇനിയിപ്പോ ഉണ്ട്. ഇപ്പൊ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് വെക്കുക, അങ്ങനെയാണെന്ന് വരിക. പിന്നെ ഉള്ളത് ആലപ്പുഴയാണ്. ഈ രണ്ടിടത്തും ഇവർ ഏത് വനിതാ പ്രാതിനിധ്യത്തെ കൊടുക്കണ്ടേ? ഇവർക്ക് വനിതാ സീറ്റുകളുണ്ടോ എവിടെയെങ്കിലും? ഉണ്ട്, രമ്യുണ്ട്. അല്ല, രമ്യ മാത്രമല്ലേ ഉള്ളൂ. ഈ പുതിയ ലിസ്റ്റില് ഒരാളെ കൂടെ കൊണ്ടുവരാനായിട്ട് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു, ഇതെന്തൊരു ലോകമാണ് ഇവരുടെ കാണിക്കുന്നത്. ഇനി യങ്സ്റ്റേഴ്സ് ആരാണ് ഇതിലെ യങ്സ്റ്റർ? ആരാണ്? നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ആരാണ് ഒരു പുതിയ തലമുറയിൽ രമ്യ ഹരിദാസും വി കെ ശ്രീകണ്ഠനും ആണ് ഇപ്പോഴും അവര് ഉള്ള. ബാക്കിയുള്ളതിൽ ഈ ലിസ്റ്റിൽ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇതെന്താ ഇവർക്ക് ഇങ്ങനെയൊന്നും ആലോചിക്കണം? ഇപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? ഇതെന്ത് സംഭവം അറിയാം, ഓരോ പാർലമെന്റ് മണ്ഡലങ്ങൾ ഓരോക്ക് പതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയാണ്. ഓരോക്ക് പതിച്ചു കൊടുക്കുക, അതെ, അങ്ങനെയാണ് രീതി. അപ്പൊ അതൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവുകയും ജനാധിപത്യ ബോധം ഭയങ്കരമായി ഉണ്ട് എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. അതെ, ഇതിൽ കുറച്ചും കൂടി ആളുകൾ അക്കോമഡേറ്റ് ചെയ്ത് മാറ്റം ആയുസാണ് നിർണ്ണയിക്കുന്നത് വരുന്നത്. ഒരു പാർട്ടിക്കും ഭൂഷണമല്ലല്ലോ. അല്ലല്ല, ആന്റണിയൊക്കെ പറയുന്നത് എന്നെ അടുത്ത് മാറ്റി തരണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇല്ലാന്നുണ്ടല്ലോ, എന്നെ ഒന്ന് മാറ്റി തരണമെന്ന്. അയാൾക്ക് കുറച്ച് അവിടെ കുഴപ്പമാണെന്ന് കണ്ടുകൊണ്ട് എന്നെ ഒന്ന് മാറ്റി തരണം. ഡീൻ കുര്യാക്കോസ് ആണെങ്കിൽ ഒരു യുവ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഡീൻ കുര്യാക്കോസ് ഉണ്ട്, വി കെ ശ്രീകണ്ഠൻ ഉണ്ട്, രമ്യുണ്ട്, അതേ ഉള്ളൂ. മൂന്നാൾക്കാരുണ്ട്. ഇതിൽ ആകെ ചെയ്യേണ്ടിരുന്ന ഒരു വനിതാ പ്രാതിനിധ്യം കൂടി കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി. നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചത്. ഇപ്പൊ ആലപ്പുഴ നിങ്ങൾ പറഞ്ഞല്ലോ, ആലപ്പുഴ നിലനിർത്താൻ വേണ്ടിയിട്ട് ആകെ ആലപ്പുഴയിൽ അഭിമാനമായി CPM മാറിയിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ KC വേണുപോലോ അല്ലെങ്കിൽ ഷുക്കൂറോ ആയി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ സംഭൂജിരാവുമായിരുന്നു കേരളത്തിൽ. അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി, അത് ഒരു മുസ്ലിം വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ നഷ്ടപ്പെട്ടത്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ വോട്ട് സ്പ്ലിറ്റും ഉണ്ടായി. ഉണ്ട്, ഒരു വനിത എന്നതിലുപരി വോട്ട്, കാരണം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നില്ല വനിതയാണ് പ്രശ്നം. അതിൽ കൂടുതൽ രാധാകൃഷ്ണൻ ഡോക്ടർ വോട്ടിന്റെ വലിയ വോട്ട് പിടിച്ചു. രണ്ടുണ്ട്. അപ്പൊ അതാണായിരിക്കും വരുമാനം. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഇതൊന്നും പരിഗണിക്കണ്ട, ഇവരൊക്കെ എളുപ്പത്തിൽ അങ്ങ് മത്സരിക്കട്ടെ. എന്റെ സുധാകരൻ പോലും പറയുന്നത്, KPCC പ്രസിഡന്റ് ഉത്തരവാദിത്തമുള്ള ഒരാൾ പോലും പറയുന്നത് നിർബന്ധിച്ച ഞാൻ മത്സരിക്കണം. ഇതെന്ത് തീരുമാനം? അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കണ്ണൂരിൽ സ്ഥാനാർത്ഥിയുടെ ഒരു ആലോചന വന്നപ്പോൾ തന്നെ 5 പേര് വന്നു. ഈ ഡൽഹിയിൽ ഇവരുടെ വക്താവായിരിക്കുന്ന ഈ ചർച്ചയിലൊക്കെ വന്ന ഷമാ മുഹമ്മദ് വരെ ഒരു ക്ഷമയില്ലാതെ കണ്ണൂരിൽ പറന്നിറങ്ങി. അവർ ജനിച്ചതൊക്കെ കണ്ണൂരാണ്, പക്ഷേ അവരുടെ പ്രവർത്തന മേഖല അവിടെയാണ്. പക്ഷേ അവർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഓടി വന്നു. സുധാകരൻ്റെ ഒരു പാർശ്വവർത്തിയായിരിക്കുന്ന ജയന്ത് സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് സുധാകരൻ പറയുന്നു. അതിന് അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു. അങ്ങനെ 4-5 സ്ഥാനാർത്ഥികൾ വാഹികൾ വന്നപ്പോൾ കോൺഗ്രസ് ആകെ പേടിച്ചു. അതെ രാജേഷ്, ഞാൻ പറയണത് അങ്ങനെ വന്നാൽ പോലും എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എന്നുവെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ വരട്ടെ. കാരണം ഇവരൊക്കെ എന്നാന്ന് നേതാവാകുന്നേ. ഈ സുധാകരനൊക്കെ ഇടക്കാട് മത്സരിക്കുന്ന സമയത്ത് ഇത്ര വലിയ നേതാവൊന്നുമല്ലല്ലോ. ആരുണ്ടായി യഥാർത്ഥത്തിൽ മുരളീധരൻ എങ്ങനെയാണ് നേതാവായെന്ന് നമുക്കറിയാം. ഇപ്പൊ എടക്കാട് പറഞ്ഞോണ്ടാ എൻ്റെ ഒരു ഓർമ്മയുള്ള സംഭവം. സുധാകരൻ യഥാർത്ഥ നേതാവാകുന്ന എടക്കാട് ഇലക്ഷനും അതിന്റെ കേസും ഓഭരതനുമായിട്ട് അവസാനം ഭരതൻ തോക്കുകയും സുധാകരനെ വിജയി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത പക്ഷെ എങ്കിൽ പോലും ഈ കേസും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളിനെ ആളുകൾ ശ്രദ്ധിക്കാൻ. ഇതാരാ ഇങ്ങനെയുള്ള അല്ലാത്തവരാരാ ഉള്ളത്? ഇപ്പൊ AK ആന്റണി പോലും 1970 നിയമസഭയിൽ വരികയല്ലേ ചെയ്യുന്നത്. 34-ാം വയസ്സിൽ മുഖ്യമന്ത്രി ആളല്ലേ. ഈ കഴിഞ്ഞ അടുത്ത് വരെ രാജ്യസഭയിൽ വെച്ചോണ്ടിരുന്നില്ലേ. അപ്പൊ ഇതൊക്കെ ആരാ തീരുമാനം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തെറ്റായ നയമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഇപ്പൊ പുതുപ്പള്ളിയിൽ 53 വർഷം MLA ആയിരുന്നു
അതെ ഉമ്മൻചാണ്ടി. അതെ. പാലായിൽ 51 വർഷം കെ എം മാണി MLA ഒക്കെ ആയിട്ടുണ്ട്. പല ലീഗിന്റെ നേതാക്കന്മാരെയും നോക്കൂ, അതെ. ദീർഘകാലമാവുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിൽ ഉള്ളത്. കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുണ്ട്. ആ സാഹചര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം പണ്ടത്തെ ആ സാഹചര്യത്തിൽ നിൽക്കേണ്ട ഒരു കാലമല്ല ഇത്. അല്ല, അത് ശരിയാണ്, അവിടെയാണ് പ്രശ്നം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പൊ നോക്കൂ, PJ കുര്യൻ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ നേടിയ ആളാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്താ? എന്നെ അവഗണിച്ചു എന്നാ. KV തോമസിന് എന്താ പ്രശ്നം എന്നാ? എന്നെ എന്തിനാണ് മാറ്റി നിർത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാ പറയുന്നത്. അവിടെ പറയണ കമൽനാഥ് പറയണ എന്നെ അവഗണിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ കോൺഗ്രസിന്റെ ഒരു ചരിത്രം വെച്ച് ഞാൻ പറയണത് അങ്ങനെ അവഗണിക്കണമെന്നാ പറയണേ. അവഗണിച്ചോട്ടെ, അവരെന്താ ചെയ്യാൻ പറ്റുന്നേ? പാർട്ടി മാറുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി വർഷങ്ങളായി പിന്നാലെ നടക്കുന്ന ഒരു വലിയ സമൂഹത്തെ കണ്ടില്ലാന്നേ നടിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് ഇല്ലെങ്കിൽ കോൺഗ്രസിൽ വേറെ ആരും അവിടെ മത്സരിക്കാനില്ലെന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ബോഷ്കാണ് ഈ പറയണേ. മത്സരിക്കാനില്ലാത്തോണ്ടല്ലെന്ന്. അതിന് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ കൊടിക്കുന്നിൽ അവിടെ ഉണ്ടെങ്കിൽ കൊടിക്കുന്നിന്റെ പേര് മാത്രമേ വരുള്ളൂ, ഇല്ലെങ്കിൽ 10 പേര് വരും. അതെ, 10ഓ 15ഓ പേര് വരട്ടെ. അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് നോക്കൂ. ഇപ്പൊ 3ാം സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ലീഗിനോട് ഇപ്പോഴും നോ പറയുന്നു, ലീഗ് വേണമെന്ന് പറയുന്നു. എവിടെയെങ്കിലും നിർത്താൻ പറ്റണ്ടേ ഇത്? ഇത്തരത്തിലൊരു ക്രൈസിസ് മാനേജർ യഥാർത്ഥത്തിൽ ഇപ്പൊ കോൺഗ്രസിൽ ഇല്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നല്ല ഓരോരുത്തരും വാർത്താ സമ്മേളനം നടത്തിയല്ല ഞാൻ വേണോ വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയണ്ടേ? വേറെ എത്രയോ ഈ കോൺഗ്രസിന്റെ തന്നെ ഇത്തരം വിങ്ങുകളിലൊക്കെ എത്രയോ ആളുകളുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ കൊടുക്കുന്നിലുണ്ടെങ്കിൽ മാത്രമേ ഈ സീറ്റ് പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണയൊക്കെ നമ്മൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇത്തരം തെറ്റിദ്ധാരണകളുള്ള ആളുകളുടെ എല്ലാം വിശേഷം. അല്ലാതെ ഇതെന്ത്, അവിടെയാണ് ഞാൻ ഈ ആദ്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടെ വിയോജിക്കുന്നത്. അവിടെയാണ് ഇവർക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തീരുമാനമില്ലല്ലോ ഇതിൻ്റെ അകത്ത്. എന്ത് തീരുമാനമുള്ള, എന്ത് നിലപാടുള്ള, അതിലൊന്നുമില്ല. ഇത്രയും യങ്സ്റ്റേഴ്സ് വളരെ സജീവമായി എന്ന് വെച്ചാൽ ഇടതുപക്ഷം പോലും കോൺഗ്രസിന്റെ യങ്സ്റ്റേഴ്സ് വളരെ സജീവമായി എന്ന് പറയുന്ന കാലത്താണ് ഒരു യങ്സ്റ്റേഴ്സിനെയും പുതിയതായി പരിഗണിക്കാനില്ലാതെ ഇവര് എല്ലാവരും മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കും. ഈ എക്സെപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആയിക്കോട്ടെ, പുതുമുഖങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പഴയ മുഖങ്ങളെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന എന്തൊരു തീരുമാനമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് അത് തെറ്റായ തീരുമാനമാണെന്നാണ് എൻ്റെ ഒരു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ശരിയൊന്നുമില്ല, അപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പം പ്രതിപക്ഷം അതുകൂടെ മനസ്സിലാക്കണം. നമ്മൾ നിൽക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിലാ. ഈ അപ്പം നടക്കുന്ന കാര്യങ്ങൾ അവസ്ഥ നോക്കിയിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് ഇന്ത്യയിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയേണ്ടത്. അല്ല, അതുകൊണ്ടാണ് ഇന്ത്യ ഹൃദയഭൂമി ആയിപ്പോയത്. അതാ പറഞ്ഞ ഈ അപ്പം നടക്കുന്ന കാലമൊക്കെ പോയി. ആളുകൾ തിരിച്ചറിവുള്ള കാലമാണ്, സാക്ഷരതയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. ഇത് പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞൊരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയാൽ വോട്ടായി മാറും എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ എവിടേക്കാണ് പോകുന്നത്? അത് തന്നെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ സൂചനകളാണ്. അതെ, ഇൻഡിക്കേഷൻസ് പലതും കാണിച്ചിട്ടും പക്ഷെ ഇവരൊന്നും ഒരിക്കൽ പോലും, അതായത് ചുമന്ന ഇത് കത്തിയിരിക്കുന്ന സമയത്ത് വണ്ടി എടുക്കരുത് എന്നെങ്കിലും ബോധം വേണം. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടും. പക്ഷെ ആ ബോധം ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇവിടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും പലതരത്തിലുള്ള ഗ്രൂപ്പ് ചിന്തകളും പലതരത്തിലുള്ള കുതിവാൽ വെട്ടുകളും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ സംഭവിക്കുന്നറിയോ, ചുവപ്പ് തന്നെ നിരന്തരം കത്തിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് സംഭവിക്കുക.